ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷ അർജുൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കാത് കുത്തൽ ചടങ്ങാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഞാനും രുക്കു അല്ലിയും കൂടി കഴിഞ്ഞ മാസമാണ് ട്രിവാൻഡ്രത്തുള്ള ഭീമ ജ്വല്ലേഴ്സിൽ രുക്കുവിന് ഇയർ പിയേഴ്സിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. രുക്കു ഓൾറെഡി ഒരു സാമ്പിൾ മോഡൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് ഭീമയിലുള്ള സിൽവർ ജ്വല്ലറി കളക്ഷൻസിൽ നിന്ന് നമ്മൾ ഈ ഒരു ഹെലിക്സ് ഇയറിംഗ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയാണ് ഹെലിക്സ് ഇയറിംഗ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ. സിൽവർ ജ്വല്ലറിയും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങിലുള്ളതാണ്. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ജ്വല്ലറി ഒക്കെ പർച്ചേസ് ചെയ്ത് അവിടെ ബില്ല് ചെയ്തതിന് ശേഷം ഭീമയിൽ തന്നെയുള്ള തട്ടാനാണ് നമ്മുടെ ഇയർ പിയേഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആളും അത്യാവശ്യം നല്ല ഒരു ഫ്രണ്ട്ലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കറക്റ്റായിട്ട് ആൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ആഫ്റ്റർ കെയർ എങ്ങനെ വേണമെന്ന് പറഞ്ഞു. കാരണം ഇയറിൻ്റെ കാർട്ടിലേജ് കുറച്ച് കട്ടിയുള്ള ഭാഗത്താണ് നമ്മളിത് കുത്തുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു എക്സ്ട്രാ കെയർ കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് വലിയ വേദനയൊന്നും രുക്കുനുണ്ടായിരുന്നില്ല, ഒരു നോർമൽ പെയിനേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ആളൊരു ഓയിൽമെൻറ്റ് സജസ്റ്റ് ചെയ്തു. ആ ഒരു ഓയിൽമെൻറ്റ് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി 1 വീക്ക് കറക്റ്റായിട്ട് അതിൽ തേക്കണം. അപ്പോൾ ഈ ഒരു ഇയർ പിയേഴ്സിൻ്റെ സമയത്താണ് എനിക്കൊരു 10 വർഷം മുന്നേ +2 പഠിക്കുമ്പോൾ ഞാൻ സെക്കൻഡ് സ്റ്റഡ് കുത്തിയത് ഓർമ്മ വന്നത്. 3 പ്രാവശ്യം ഞാൻ സെക്കൻഡ് സ്റ്റഡ് കുത്തി, ഗൺ ഷോട്ട് അടിച്ചു, അല്ലാതെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ 3 പ്രാവശ്യം എനിക്ക് ഇൻഫെക്ഷനായി. അപ്പോൾ ഇതുപോലെ വലിയ ചെവിയൊക്കെ ഉള്ളവർക്കും ഇൻഫെക്ഷൻ ഒന്നും വരാത്തവർക്കും വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ 3ഉം 4ഉം സ്റ്റഡൊക്കെ കുത്തുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ രുക്കുവിന് ഇപ്പോൾ മൊത്തം 4 സ്റ്റഡായി.